പറയാതിരിക്കരുത്, ഉറച്ച ശബ്ദത്തിൽ പറയണമെന്ന് ഓർമ്മിക്കും. ചോദ്യം ഇതാണ്: ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയണം: ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു. അടുത്ത ചോദ്യം: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നു എന്ന് എല്ലാവരും ചേർന്ന് പറയണം. ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഉത്തരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് പറയണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? അടുത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഓരോരുത്തരുമായിട്ട് പറയണം. ഓരോരുത്തരായിട്ടാണ് ഉത്തരം പറയേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. രക്ഷകൻ എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്. രക്ഷകൻ രക്ഷിക്കുന്നവൻ അല്ലേ? രക്ഷകൻ രക്ഷിക്കുന്നവൻ. ക്രിസ്തു രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ക്രിസ്തു രക്ഷിക്കുന്നത് അല്ലേ? അതായത് പാപത്തിൻ്റെ ശമ്പളം എന്താണെന്ന വാക്യം നമ്മൾ പഠിക്കുന്നത്? പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. അത് ആത്മീക മരണമാണ്, നിത്യമായ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമായി നമുക്ക് നിത്യമായി മരിച്ചു പോകേണ്ടവരായിരുന്നു. ആ മരിച്ചു പോകേണ്ട ആ ശിക്ഷ, മരണശിക്ഷ ആരേറ്റു? യേശു ഏറ്റു. നാം മരിക്കുന്നതിന് പകരം ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ക്രിസ്തു ആരായിത്തീർന്നു? എനിക്ക് നിങ്ങൾക്ക് രക്ഷകനായിത്തീർന്നു. അപ്പോൾ അതാണ് നമ്മൾ വിശ്വാസം നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശു ആരായിത്തീർന്നു? നമ്മുടെ രക്ഷകനായിട്ട് തീരും. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഓരോരുത്തരായിട്ട് പറയണം. മൈക്ക് തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. ബൈക്ക് ഓക്കെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിത്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിത്യാവിശ്വാസ പ്രമാണം ചേർന്ന്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും ദൈവത്തിന്റെ ഏകജാതനായി പിതാവ് ജനിക്കപ്പെട്ടവൻ അവൻ കഷ്ടപ്പെട്ടു, മനുഷ്യ അടക്കപ്പെട്ടു. അവന്റെ ജീവിക്കുന്നവരും പ്രവാചകന്മാരെ വഹിച്ചനായ അതോരോ ഞാൻ വിശ്വസിക്കുന്നു. സഭയ്ക്ക് ഇരിക്കാം. അടുത്ത ചോദ്യം: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യും. നമ്മൾ കൽപ്പനകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ആ കൽപ്പനകൾ അനുസരിച്ച് നടക്കുമോ എന്നാണ് ചോദ്യം. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന് ഉത്തരം പറയണം. നിങ്ങളെല്ലാം ചേർന്ന് പറയണം: ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം:
നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? അടുത്ത 3 ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് പറയണം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. കർത്തൃ ദിവസത്തിൽ, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? തിരുവചനം, അതായത് വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? അടുത്ത ചോദ്യത്തിനുമായി ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയണം. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ക്രൂശിക്കപ്പെട്ടു പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിനും അവൻ്റെ കൊടുക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവൻ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അവിടെ തന്നെ ഒന്ന് മുട്ടുകുത്തിക്ക്, പയ്യെ മുട്ടുകുത്തിക്ക്. ഓക്കെ, ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ നിങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവ്വം ചൊല്ലണം. കുട്ടികൾ മാത്രം ചൊല്ലിയാൽ മതി. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എടുത്തതായ പ്രതിജ്ഞകൾ, അവരെ പഠിച്ചതായ തിരുവചന സത്യങ്ങളൊക്കെയും പാലിപ്പാൻ അവരുടെ സ്വന്തമായ പരിശ്രമങ്ങളാൽ സാധ്യമല്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രിയമക്കളുടെ മേൽ പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഏകമനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ടുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ പാടുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ പ്രിയമക്കളുടെ മേൽ പകരപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 414 കീർത്തനത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3ഉം 4ഉം ചരണങ്ങൾ സഭാമക്കൾ ഗായസംഘത്തോടൊപ്പം ചേർന്ന് പാടണം. ദൈവാത്മാവേ വന്നു എല്ലാവർ മേലും വീശുക. ആശ്വാസം ജീവൻ സ്നേഹത്തിൽ
നിത്യമാം പ്രകാശമൂല മാറ്റുകയിരുൾ അശേഷ ശത്രുവേദൂരെ അകറ്റി തന്നിടേണ ദിവ്യശാന്തി സത്യ നിത്യ ദേവ തദസുദാമ ശുദ്ധാത്മാ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥന ചൊല്ലിത്തരാം. അത് ഗായ സംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. കുട്ടികൾ അത് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രിയമക്കളുടെ മേൽ പകരപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകുന്നു. ഞാനത് ചൊല്ലിത്തരാം. ഗായക സംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളെ കർത്താവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കുട്ടികൾ എഴുന്നേറ്റ് നിന്നേ. പെൺകുട്ടികൾ നിങ്ങളുടെ വശത്ത് അവിടെ കസേരയിൽ പോയിരുന്നു. പെൺകുട്ടികൾ പോയിരുന്നു. ആൺകുട്ടികൾ കുറച്ച് പേര് ഇങ്ങോട്ട് നിന്നു, ഈ സൈഡിൽ കുറച്ച് പേര് ഈ സൈഡിൽ ചേർന്ന് നിന്ന് അങ്ങോട്ട് ഒതുങ്ങി മക്കളെ. ഓരോ കുഞ്ഞുങ്ങളെയും തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ശേഷം എല്ലാവരും ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണമെന്ന് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലമേൽ
കൈവച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ സബ്ഗായക സംഘത്തോടൊപ്പം ജനങ്ങളെല്ലാവരും ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയാം. ഒതുങ്ങി മക്കളെ ഒതുങ്ങിയെന്ന് അവിടെ കാണാനാണ്. ഒരു കുഷ്യനോട് ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് ചേർത്തിട്ട് കുഷ്യൻ ചേർത്തിട്ട് അതൊന്ന് ചേർത്ത് കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. അവിടെ പോയിരുന്നാട്ടോ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. പെൺകുട്ടികൾ വന്നാട്ടെ, ലൈനായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം രാജ്യം ഞങ്ങളെ കാണാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കാൻ ഞങ്ങളെ വീട്ടിലേക്ക് എത്താതെ നിർവഹിക്കണമേ. നിന്റെ പുത്രനും ഞങ്ങളെ കർത്താവുമായ യേശു മിശിഹാ മുഖാന്തരം യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പ്രതികരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടി നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ് നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിന്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. ഇപ്പോൾ ഇന്ന് സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സഭയുടെ പൊതുകൂട്ടായ്മയിലേക്ക് സ്വീകരണ വചനങ്ങൾ ചൊല്ലി സ്വീകരിക്കുന്നതാണ് ബഹുമാനമുള്ള ഇടപെട്ടക്കാരൻ. ആ സ്വീകരണ വചനങ്ങൾ ചൊല്ലിത്തരും. അപ്പോൾ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ആ ചൊല്ലി സ്വീകരണ വചനങ്ങൾ ചൊല്ലി ഈ സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഭയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കാം. കുട്ടികൾ എഴുന്നേറ്റ്
സഭയ്ക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. അച്ഛൻ അത് ചൊല്ലിത്തരുമ്പോൾ അച്ഛന് പിന്നാലെ സഭാമക്കൾ ഗായകനോടൊപ്പം ചൊല്ലണം. കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല. സ്വീകരണ വചനങ്ങൾ അച്ഛൻ ചൊല്ലിത്തരുമ്പോൾ അത് ഏറ്റു ചൊല്ലി ഈ പ്രിയ കുഞ്ഞുങ്ങളെ സഭയുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ എല്ലാവരും ചേർന്ന് ചൊല്ലണം. സ്വീകരണം കഴിഞ്ഞ ആളുകൾ ബാക്കി എല്ലാ ജനങ്ങളും ചേർന്ന് ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോട് കൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിനും ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യത്തിൽ ഇവിടെ ഭൂമിയിൽ തന്നെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരോടുകൂടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ. കുട്ടികളെ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. എത്രയും പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ മശിഹയുടെ കുടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവൻ്റെ വിശ്വസ്ത പടയാളികളും ദാസരുമായി തുറന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കും. സഭയ്ക്കിരിക്കാം. കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കൈയുസരി കൊടുക്കുന്നത് കണ്ടോണം അല്ലേ? കൈയുസരി ഇങ്ങനെ കൈ പിടിച്ച് വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് അത് പിടിക്കേണ്ടത്. ഓരോരുത്തരും വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ പിടിക്കുകയും ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്നോ ക്രിസ്തുവിൻ്റെ സമാധാനം എന്നോ എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുകയും ചെയ്യണം. മനസ്സിലായല്ലോ? സ്വീകരിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനമെന്നോ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ പറഞ്ഞ് കൊടുക്കുകയും വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യണം. അവർ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ അവരെന്നാ പറയണം? ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം, ദൈവത്തിൻ്റെ ദിവ്യ. അതാണ് കൈയുസരി കൊടുക്കുമ്പോഴുള്ള അനുഷ്ഠാന വചനങ്ങൾ. ആ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഇന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് അത് നിങ്ങൾ നൽകുകയാണ്. നിങ്ങളെല്ലാവരും ഓരോരുത്തർ ഇവിടെ വന്ന് അത് വാങ്ങുകയും ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ട് ആൺകുട്ടികൾ ഒരു വശത്തും പെൺകുട്ടികൾ ഒരു വശത്തുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമായി നാം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ കൈയുസരി നൽകുന്നു. ആൺകുട്ടികൾ വന്നിട്ട് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. വളരെ ഇങ്ങനെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. എഴുന്നേറ്റുന്നു. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഇങ്ങോട്ട് പെൺകുട്ടികൾ വന്നാട്ടെ. ഇങ്ങോട്ട് കയറി ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ഇങ്ങോട്ട് കയറി കൈ വളരെ ചതു. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഇപ്പോൾ ഇവരുടെ കാർഡുകൾ നൽകുന്നതാണ്, സ്ഥിരീകരണ കാർഡുകൾ. അത് നിങ്ങൾക്കിപ്പോൾ ലഭിക്കും. അത് പേര് വിളിക്കുമ്പോൾ അത് നിങ്ങൾ വന്ന് അത് മേടിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അത്
ചെറിയ വലിപ്പത്തിൽ നമ്മളത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ പേരുകളുണ്ട്, അതുപോലെ തന്നെ സ്ഥിരീകരണം കഴിഞ്ഞ തീയതിയുണ്ട്. അതെല്ലാം പ്രത്യേകമായി നിങ്ങൾ സൂക്ഷിച്ച് വെക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥിരീകരണ കാർഡുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഭദ്രമായി സൂക്ഷിച്ച് വെക്കണമെന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഒരു ചെറിയ പ്രാർത്ഥന കാർഡുകളുണ്ട്. അത് തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ വാചകങ്ങളിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. പേരുകൾ വിളിക്കുമ്പോൾ അത് വാങ്ങി നിങ്ങൾ ഇവിടെ തന്നെ മുമ്പ് നിന്നതുപോലെ ലൈനായിട്ട് 2 സൈഡിൽ നിൽക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ഹന്ന ജോർജ്. അഞ്ജലി തകച്ചൻ. ഷിജിൻ ജിനീഷ്. ഇവിടെ ഈ സൈഡിൽ ജിനുമോൾ. ജിനുമോൾ. പ്രിയ മോൾ. ഫെദറിൻ രാജേഷ്. ഐറിൻ റോസ്. പ്രിൻസ് മോൻ സിബി. നിമിൽ മധു. ഷനൂഷ സന്തോഷ്. ശാലക് ജോഷി. സനീഷ സന്തോഷ്. വിസ്മയ ജോഷി. ഡിയോൺ പിപ്പ അനിൽ. ആസിൻ ടി എസ്. ആസിൻ ടി എസ്. ജിതീഷ് ജോൺസൺ. ആർദർ രാജേഷ്. കൃപ മേരി. അനീഷ് ടി എം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമാധാനത്തോടുകൂടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെട്ടിരിപ്പീൻ. നല്ലതിനെ മുറുകെ പിടിപ്പീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തീകരിക്കുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവിൻ. എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായി എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതി.